നമസ്കാരം. സന്ദേശമാല എല്ലാവരും കേൾക്കുന്നു, വളരെ സന്തോഷം. ഇന്ന് പറയുന്ന വിഷയം ഒരിത്തിരി ആത്മീയ കലർന്ന വിഷയമാണ്. ആ വിഷയം എന്താണ് എന്ന് സംസാരിച്ചു വരുമ്പോൾ മനസ്സിലാവും. ആരോട് പറഞ്ഞത്, ആര് പറഞ്ഞത്, എപ്പോൾ പറഞ്ഞത്, എവിടെ വെച്ച് പറഞ്ഞത്, ഇതൊക്കെ തുടക്കത്തിലെ വരി പറയുമ്പോൾ തന്നെ മനസ്സിലാവും. സത്യയുഗത്തിൽ അഹിംസ പരമധർമ്മമായിരുന്നെങ്കിൽ കലിയുഗത്തിൽ എവിടെയും ഹിംസയായിരിക്കും. ശരിയാണല്ലോ. ഇത് കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ഹിംസയുമാണ്. ഭൂമി ആയുധ കൂമ്പാരമായിട്ടുണ്ടായിരിക്കും. ശരിയല്ലേ? നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾ മുതൽ അങ്ങ് ഡിഗ്രി കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സ് വരെ പഠിക്കുന്നവൻ്റെയൊക്കെ കയ്യിൽ നിന്ന് ആയുധങ്ങളാണ്. ഓരോ കുട്ടികളും സ്കൂളിൽ വരുന്നത് തന്നെ ആയുധങ്ങളുമായിട്ടാണ്. ആരുടെ കയ്യിലും എവിടെയും ആയുധങ്ങളാണ്. സത്യയുഗത്തിൽ ഒരു പിടി ദേവതകളാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നതെങ്കിൽ കലിയുഗത്തിൽ കോടിക്കണക്കിന് അസുരതുല്യരായ മനുഷ്യരായിരിക്കും ഭൂമിയിലുണ്ടാവുക. അതും ശരിയാണ്. സത്യയുഗത്തിൽ ഭൂമി മുഴുവൻ ഒരു കുടുംബം പോലെയായിരുന്നെങ്കിൽ കലിയുഗത്തിൽ കുടുംബത്തിനുള്ളിൽ പോലും കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉണ്ടായിരിക്കില്ല. എവിടെയും വെറുപ്പും വിദ്വേഷവും മാത്രമായിരിക്കും. അത് നാം കാണുന്നുണ്ടല്ലോ. ഓരോ കുടുംബത്തിലുമുള്ള ബഹളങ്ങൾ ഇതെല്ലാം നാം കാണുന്നു. മക്കൾ അച്ഛനെയും അമ്മയെയും തല്ലിക്കൊല്ലുന്നു, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി നടതള്ളുന്നു, അച്ഛൻ മകനെ കൊല്ലുന്നു, സഹോദരൻ സഹോദരിയെ കൊല്ലുന്നു. ഇങ്ങനെ എന്തെല്ലാം. കുടുംബം നരക തുല്യമായി മാറി. ശരിയാണല്ലോ. സത്യയുഗത്തിൽ എല്ലാവരും ആരോഗ്യ ദൃഢഗാത്രരായിരുന്നുവെങ്കിൽ കലിയുഗത്തിൽ രോഗം ബാധിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. സത്യമല്ലേ പറഞ്ഞത്? എവിടെയാണ് രോഗികളില്ലാത്തത്? എല്ലാ വീട്ടിലും രോഗികളാണ്, നിത്യരോഗികൾ. ഞാൻ താമസിക്കുന്നത് മാങ്കാവില്, കോഴിക്കോട് മാങ്കാവിൽ തോട്ടുമാരം എന്ന സ്ഥലത്താണ്. അന്നൊക്കെ മെഡിക്കൽ ഷോപ്പുകൾ വളരെ കുറവാണ്. ഇന്ന് മെഡിക്കൽ ഷോപ്പുകളുടെ തിരക്ക് കണ്ടാൽ മനസ്സിലാകും അത്. എൻ്റെ കുട്ടിക്കാലത്ത് മാങ്കാവിലുള്ള അവിടെ ഒരു മെഡിക്കൽ ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങാൻ വന്നാലായി. അത്രയേ ഉള്ളൂ. അന്ന് അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്നോ അനേകം തരത്തിലുള്ള രോഗങ്ങൾ മനുഷ്യർ കഷ്ടപ്പെടുന്നു. സത്യയുഗത്തിൽ മനോബലമുള്ള യോഗികളായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ കലിയുഗത്തിൽ മനോരോഗികളായ യോഗികളായിരിക്കും. മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാവില്ല. എത്ര കിട്ടിയാലാണ് നമുക്ക് മതിയാവുക? അവസാന ശ്വാസം വരെ വാരി കൂട്ടാനല്ലേ നാം ശ്രമിക്കുന്നത്? എന്നാൽ പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകും. അതൊട്ടില്ല.
പിന്നെ എന്തിനിങ്ങനെ മേൽക്കുമേൽ വാരി കൂട്ടണം? അറിവില്ലായ്മ. അറിവില്ലായ്മയാണ് ഇത്തരം വാരിക്കൂട്ടലുകൾ നടത്തുന്നത്. എന്നാൽ ഇത്തരം അറിവുകൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടാനുമില്ല. സത്യയുഗത്തിൽ മരണഭയമില്ലാത്ത അമരന്മാരായിരുന്നു ഭൂമിയിൽ ജീവിച്ചിരുന്നതെങ്കിൽ കലിയുഗത്തിൽ മരണഭയം സർവത്ര വ്യാപിക്കും. ഉണ്ടാക്കി വെച്ചതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോവണ്ടേ? പിന്നെ ഇങ്ങനെ മരണഭയം ഇല്ലാണ്ടിരിക്കും? ആധ്യാത്മികമായ അറിവ് നേടാതെ ഭൗതികതയിൽ രമിക്കുന്ന ആൾക്കാർക്ക് മരണഭയം ഉണ്ടാവുക തന്നെ ചെയ്യും. സത്യയുഗത്തിൽ കുബേരനായിരുന്നുവെങ്കിൽ, ഭാരതം കുബേരനായിരുന്നുവെങ്കിൽ കലിയുഗത്തിൽ കുചേലനായിട്ടുണ്ടാവും. സത്യയുഗത്തിൽ സാക്ഷാൽ നാരായണനെ പോലുള്ള മഹാരാജാക്കന്മാരായിരുന്നു ഭൂമി ഭരിച്ചിരുന്നതെങ്കിൽ കലിയുഗത്തിൽ പ്രജകളെ ഭരിക്കും. ഭരിക്കുന്നവൻ പ്രജകളെ കൊള്ളയടിക്കുന്നവരായിരിക്കും. എത്ര കറക്റ്റാണ് പറയുന്നത്! ഏതെല്ലാം വിധത്തിലാണ് നമ്മളെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നത്? ഇനി എന്തിനെങ്കിലും കരം കൂട്ടാനുണ്ടോ? പ്രജകളെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമെന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളാണ് നമുക്കുള്ളത്. സത്യയുഗത്തിൽ സ്ത്രീ ലക്ഷ്മിയായിരുന്നെങ്കിൽ കലിയുഗത്തിൽ അവൾ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്ന ദ്രൗപദിയായി മാറും. ദ്രൗപദിയേക്കാൾ കഷ്ടമല്ലേ ഇന്നത്തെ പെൺകുട്ടികൾ? 3 വയസ്സ് മുതൽ മേലോട്ട് വൃദ്ധ വരെ മാനഭംഗത്തിന് ഇരയാവുകയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ അത് നമ്മുടെ നാട്ടിൽ. അതും നിത്യേന എന്നോണം. എന്നാൽ ഇതൊക്കെ അമർച്ച ചെയ്യാൻ മാത്രം നമ്മുടെ നാട്ടിൽ നിയമം കർശനവുമല്ല. സത്യയുഗത്തിൽ ഏകദേശവും ഏകധർമ്മവും ഏക ഭാഷയുമായിരുന്നെങ്കിൽ കലിയുഗത്തിൽ അനേകം ദേശങ്ങളും അനേകം ധർമ്മങ്ങളും അനേക ഭാഷകളുമായിരിക്കും. അനേക ഭാഷകളിൽ നിന്നാണ് അസ്വസ്ഥതകളും കലഹങ്ങളും ഉണ്ടാവുന്നത്. എൻ്റെ ഭാഷ കേമം, നിന്റെ ഭാഷ മോശം എന്നൊക്കെ പറയാൻ കാരണം അനേകതകൾ ഉള്ളത് കൊണ്ടാണ്. എൻ്റെ ദേശം നല്ലതാണ്, നിന്റെ ധർമ്മം കേമമാണ് എന്നൊക്കെ പറയുന്നത് അനേകതകൾ ഉള്ളത് കൊണ്ടാണ്. ഇതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകത്തോട് ഉപദേശിച്ചതാണ്. ലോകത്തോട് ഉപദേശിച്ചതാണിത്. അതാണ് ഗീത നമുക്ക് തരുന്ന സന്ദേശം. ഈ സന്ദേശം ഓരോ വ്യക്തികളും മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്നാലും